ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിവിടെ നെക്ക് പാച്ചസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇവിടെ ഞാൻ ആദ്യം തുണിയിലേക്കെല്ലാം അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്കിലേക്ക് ഈ നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുണിയിലെ പ്രിന്റ് നോക്കിയിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്നിച്ചിട്ട് കട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കുന്നത്. ഇവിടെ ഇപ്പം പ്രിന്റ് ഒരു സൈഡിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുവാണ്. അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിലെ ഈ പ്രിന്റ് തലകുത്തനെയായിട്ട് വരും. നമ്മളിവിടെ ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ തുണി മടക്കിയിട്ടെടുക്കാവുന്നതാണ്. ആദ്യം പ്രിന്റ് കറക്റ്റായിട്ട് നേരെ വരുന്ന രീതിയിൽ നമ്മൾ നിവർത്തിയിട്ടെടുത്തിട്ടുണ്ടെന്ന്. ഇവിടെ ഇതിൻ്റെ വീതി വശമാണിത്. ഇത് വീതി വശവും ഇത് നീളവശമാണ്. നമ്മൾ ആദ്യം തുണിയെ രണ്ടായിട്ട് ഇതുപോലെ വീതി വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ എനിക്ക് വേണ്ടുന്ന ലെങ്ത് 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 44 ഇഞ്ച് ലെങ്തിലുള്ള പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം മുകളിൽ ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി നമ്മൾ ആ വരച്ച ലൈനിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 44.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും, അതാണ് എക്സ്ട്രാ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് ഞാനിവിടെ 44 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഫ്രണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിലായിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മടക്ക് വശത്ത് നിന്നും ഷോൾഡർ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടുത്തെ വീതി തന്നെ ഇവിടെയും ഒന്നുകൂടെ 6 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ മടക്ക് വശത്ത് നിന്നും. പിന്നീട് നമുക്കവിടെ ഒരു എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെയാണ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൽ ഷേപ്പിൽ ഈ വരച്ച് ഇവിടെയാണ്, ഈ നീട്ടി വരച്ച് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 32 ഇഞ്ചാണ്. അതിൻ്റെ 4 പറയുമ്പോൾ 8 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് നോക്കി അതിൻ്റെ 4 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ആം ഹോൾ ലെങ്ത് 6 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. നമ്മളിനി ആ പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേസ്റ്റ് ലെങ്ത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എക്സ്ട്രാ 1/2 ഇഞ്ച് ആഡ് ചെയ്യാൻ കാരണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് കുറയും. അതുകൊണ്ടാണ് നമ്മൾ 13ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്.
ഇവിടെ വേസ്റ്റ് റൗണ്ട് 28 അതിൻ്റെ 4/1 7 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റ് ലെങ്ത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹിപ്പ് റൗണ്ട് 35 ഇഞ്ചാണ്. അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് എക്സ്ട്രാ 1 ഇഞ്ചാണ് നമ്മൾ അവിടെ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇവിടെ എല്ലാം 1.5 ഇഞ്ചാണ്. എന്നാൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം 1 ഇഞ്ച്. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. എന്നാൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുക്കത്തുള്ളൂ. സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം യോജിപ്പിച്ച് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നീട് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ്, അതും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ഇവിടുത്തെ വീതി ഒന്ന് അളന്ന് നോക്കണം. എനിക്കിവിടെ 10.25 ഇഞ്ചാണ് കിട്ടുന്നത്. അത് തന്നെ നമ്മൾ ആദ്യം കറക്റ്റ് ഒന്ന് താഴ്വശത്ത് ബോട്ടം ഭാഗത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10.25 ഇഞ്ചൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1 ഇഞ്ച് എക്സ്ട്രായും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട്. നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് കൊടുക്കത്തുള്ളൂ, കാരണം പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ച പോയിന്റുകളെല്ലാം യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെയൊന്ന് ഒരു ലൈൻ വരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ 2 പോയിന്റുകളും നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ വരച്ചതിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നീട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അറിയാനായിട്ട് 4 പീസും കൂടെ ചേർത്ത് വെച്ചൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ച് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പീസിനുള്ള തുണി ഇവിടെ ഞാൻ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പ്രിന്റ് നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട്, കറക്റ്റ് ആയിട്ടാണോ എന്ന് നോക്കിയതിന് ശേഷം. ഇപ്പോൾ ഇവിടെ മടക്ക് വശമാണ്, ഇവിടെ 2 പീസ് വരുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പീസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് ആണ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ മടക്കുവശം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇട്ടെടുക്കണം. ഒരേപോലെ ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലൂടെ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ അരയിഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. നമ്മൾ ഈ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസിന്റെ ആം റൗണ്ട് അളന്നെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബാക്ക് പീസ് ഒന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആം റൗണ്ട് നമുക്കൊന്ന് അളന്ന് നോക്കണം.
ഇത് ബാക്ക് പീസാണ്. ഇതിൻ്റെ ആം റൗണ്ട് അളന്ന് നോക്കണം. ഇവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ആം റൗണ്ട് അളന്ന് നോക്കുന്നത്. ഇതുപോലെ ചുറ്റിന് ഒരു 1/4 ഇഞ്ച് നീക്കി നമ്മൾ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് ആം റൗണ്ട് കിട്ടുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം. സ്ലീവ് കട്ടിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ 9.5 ഇഞ്ചാണ്. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഇത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി മടക്കിയിട്ടെടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ സ്ലീവിൻ്റെ തുണി കട്ട് ചെയ്യുമ്പോഴും അതിലെ പ്രിന്റ് കറക്റ്റായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തത് കൂട്ട് തന്നെയാണോ വരുന്നതെന്ന് നോക്കിയതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പം തുണി 2ആയിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ നേർക്ക് മടക്ക് വശമാണ് വരുന്നത്. 2ആയിട്ട് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. 2 സ്ലീവിനുള്ള തുണി ഇപ്പം നമ്മളിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മടക്ക് വശമാണ്. ഇവിടെ ഒരു ഫോൾഡ് വശവും 2 ഓപ്പൺ പീസുമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഈ വീതി തുണി 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തല്ലോ 9.5 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് വീതി നമുക്ക് ഉണ്ടായിരിക്കണം തുണിക്ക്. 8.5 ഇഞ്ചിൽ കുറവ് വരരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ എത്തത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചുള്ള തുണിയുടെ വീതി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യുക. ഇവിടെ 8.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് എൻ്റെ ഭാഗത്തൊന്ന് ലെവലാക്കി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി വരച്ചെടുത്തതിന് ശേഷം ആ ലൈൻ വരച്ച് അവിടെ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് 22 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് 23.5 ഇഞ്ച് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറും ആം ഹോളിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും പിന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ച്, അതാണ് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ലൈനിൽ നിന്നും സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ 23.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 അറ്റത്തും ഒന്ന് 23.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ ലൈൻ വരച്ച് അവിടെയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട് എനിക്ക്. ഇനി നമുക്ക് ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്നും ഒരു 3.5 ഇഞ്ച്, ഇവിടെയാണ് ഇത് ഓപ്പൺ സൈഡാണ്, അവിടെ നമുക്ക് ഒരു 3.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 3.5 ഇഞ്ചിൽ നിന്നും നമ്മുടെ സ്ലീവ് ലെങ്തിലേക്ക് ചരിച്ചൊരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി നമുക്ക് ആ ലൈനിൻ്റെ ഓപ്പൺ സൈഡിൻ്റെ അവിടെയായിട്ട് നമ്മുടെ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് 1.5 ഇഞ്ചാണ്, അത് ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക. ഇവിടെ എനിക്ക് 7.5 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 3.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഇന്ന് നമ്മൾ 1/4 ഇഞ്ച് വെളിയിലേക്ക്, ആ ലൈനിൻ്റെ വെളിയിലേക്ക് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് നമ്മൾ പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ആം റൗണ്ടിൻ്റെ ഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബോട്ടം റൗണ്ട്, സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് 5.5 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റുകൾ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും ഞാനിവിടെ ഈ സ്കെയിൽ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്.
ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ 2 സ്ലീവ് ഒന്ന് നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 2 സ്ലീവും ഉണ്ട്. നല്ല വശം ചേർന്നിരിക്കുവാണ് സ്ലീവിന്റെ. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്ലീവിന്റെ എൻഡ് ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ചും നീക്കി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുഴിച്ച് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അറിയാനായിട്ട് നമ്മളവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഞാൻ ഈ നെക്ക് പാച്ചസും അതുപോലെ തന്നെ ഈ ലേസെല്ലാം ഓൺലൈനിൽ വാങ്ങിയതാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ നല്ല വശമാണ്. നമ്മളിവിടെ ഫ്രണ്ട് ബോഡി പാർട്ട് ഒന്ന് നിവർത്തിയിട്ടെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ചീത്ത വശം മുകളിലാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇപ്പോൾ നിവർത്തിയിട്ടെടുത്തേക്കുന്നത്. കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ബോഡി പാർട്ടിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ നെക്ക് പാച്ചസിൽ നമുക്കൊന്ന് സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് സെൻറ്റർ ഭാഗം അറിയാനായിട്ട് ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ചീത്ത വശമാണ് മുകളിലായിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നെക്കിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് എടുക്കണം. ചരിഞ്ഞൊന്നും പോവരുത്. നമ്മൾ കറക്റ്റായിട്ട് നേരെ തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ. അതിനുശേഷം ഇതിൻ്റെ അരികിലൂടെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകരുത്, അതിൻ്റെ അരികിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സെൻറ്റർ ഭാഗത്തൊരുന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇവിടെ ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഇതിൻ്റെ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനകത്തേക്ക് സ്റ്റിച്ച് കയറി പോകരുത്. നമ്മൾ ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. നമ്മളിവിടെ വൈറ്റ് നൂലിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് വൈറ്റ് കളറിലെ നെക്ക് പാച്ചസ് ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് കളറിലെ നൂലിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ട, പതുക്കെ പയ്യെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ആ കറക്റ്റ് ആ ഷേപ്പിൽ ഇതുപോലെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അരികിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ചിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പിൻ ചെയ്തതെല്ലാം മാറ്റിയതിന് ശേഷം ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തായിട്ടൊരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ചുറ്റിനൊരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പം സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഒരു 1/4 ഇഞ്ച് ചുറ്റിന് നിർത്തി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചുറ്റിനും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പീസിനെ, ഇപ്പോൾ ഇത് നല്ല വശമാണ്, അത് ഇങ്ങനെ തിരിച്ചിട്ട്
ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല വശം ഇപ്പം നമ്മുടെ നല്ല വശത്തിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പം നല്ല വശം മുകളിലായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. നെക്കിന്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ ഡിസൈൻ്റെ ബാലൻസ് ആയിട്ട് ഒരു നെറ്റ് ക്ലോത്ത് കൂട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് ഇങ്ങനെ മടക്കി വെച്ച് 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് മടക്കി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചു പിടിക്കുകയൊന്നും വേണ്ട, സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സാവധാനത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നെക്കിന്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ 3 സൈഡിലും മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എൻഡ് ഭാഗത്ത് ഒരു നെറ്റിന്റെ പീസ് കൂട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ പിൻ ചെയ്ത് എല്ലായിടും ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗമെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ക്രോസ് പീസ് വെച്ചാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്ക് വിഡ്ത്ത് ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.25 ഇഞ്ച്. കാരണം നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നെക്ക് വിഡ്ത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. നമ്മളിവിടെ 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫുൾ നെക്ക് വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3 ഇഞ്ച്. അതിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് കുറച്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊരു ബോക്സ് കൂട്ടി ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു റൗണ്ട് നെക്ക് ഞാൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്കിവിടെ ക്രോസ് പീസ് വെച്ചാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ സ്കെയിലിൻ്റെ വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 2 ക്രോസ് പീസ് ഒന്ന് ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് പിന്നീട് അടുത്ത ക്രോസ് പീസും വെച്ച് അതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്കിത് നെക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പീസ് നമ്മളിവിടെ നല്ല വശം മുകളിലാവുന്ന രീതിയിലൊന്ന് നിവർത്തിയിട്ടെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഒരു എൻഡ് ഭാഗം നമ്മളൊന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം 1/4 ഇഞ്ച് വീതിയിൽ. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ടതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇതും നല്ല വശമാണ്, ഇതും നല്ല വശമാണ്. നമ്മൾ ആ ക്രോസ് പീസ് ഒന്ന് വിടർത്തി ഒന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് പിന്നീട് ആ ക്രോസ് പീസിനെ ഇതുപോലെ തിരിച്ച് ഒന്ന്
മടക്കി വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് അതിൻ്റെ പകുതി മടക്കി നമ്മൾ വളച്ചൊന്ന് ഇങ്ങനെ തിരിച്ച് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ആ ക്രോസ് പീസിനെ ഒന്ന് വിടർത്തി വെച്ച് നല്ല വശം ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് മടക്കി പിന്നീട് തിരിച്ച് പകുതിക്ക് വെച്ച് തിരിച്ച് ഇങ്ങോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ 2 ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെയും ഫ്രണ്ട് പീസിനെയും ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് പാർട്ടിലെ ക്രോസ് പീസ് നമുക്ക് കറക്റ്റായിട്ട് മടങ്ങി കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ അതിനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ക്രോസ് പീസ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഷോൾഡർ ഭാഗത്തെ തയ്യൽ തുമ്പ് നമുക്ക് ബാക്ക് പീസിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് ക്രോസ് പീസും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ച് നമുക്ക് ക്രോസ് പീസിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും പിന്നീട് അടുത്ത ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് ബാക്ക് പീസിലേക്ക് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് 22 ഇഞ്ചായിരുന്നു എടുത്തത്. ഫുൾ സ്ലീവിനായിരുന്നു എടുത്തത്. എന്നാൽ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ ഇത്ര എടുക്കുന്നില്ല, കുറച്ച് കൊടുക്കുവാണ്. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു കറക്റ്റായിട്ട് 2 സ്ലീവ് ഒപ്പത്തിന് ഇട്ടതിന് ശേഷം സ്ലീവ് ലെങ്ത് ഒരു 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്.
അവിടെയായിട്ട് ഞാൻ ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തൊരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ള ലേസ് നമ്മൾ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും പിന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മളൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലേസ് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും. അതാണ് നമ്മൾ സ്ലീവ് ലെങ്ത് 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 സ്ലീവിൻ്റെയും ലെങ്ത് നമ്മളൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ലേസും കൂടെ ഒന്ന് എത്രയും ലെങ്ത് വേണമെന്ന് നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഞാനിവിടെ ലേസ് എത്രയും വേണമെന്നൊന്ന് നോക്കി 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഞാനിവിടെ 2 സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് വെക്കാനുള്ള ലേസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസിനെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്തേക്ക് ലേസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ തിരിച്ച് നല്ല വശത്തേക്കൊന്ന് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ ആദ്യം ലേസ് വെച്ച് കൊടുക്കുന്നത്. ചീത്ത വശത്തേക്ക് ലേസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ലേസിനെ മറുവശത്തേക്ക് നല്ല വശത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത്, അതുപോലെ തന്നെ ലേസിൻ്റെ എൻഡ് ഭാഗത്തും ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ഉണ്ട്, അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചീത്ത വശത്തിനോട് ചേർന്ന് നല്ല വശം വരുന്ന രീതിയിലാണ് നമ്മൾ ലേസ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് വീതിയിലൊന്ന് ലേസും തുണിയും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ലേസിൻ്റെ ഈ എൻഡ് ഭാഗത്തെ ലേസിൻ്റെ അവിടെ ആയിട്ടൊരു നെറ്റിൻ്റെ ഫാബ്രിക് വരുന്നുണ്ട്, അതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചൊന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ അടുത്ത ഇവിടെ ഈ എൻഡ് ഭാഗത്ത് ഇതുപോലെ ആ അറ്റം ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് അരികിലൂടെ സ്റ്റിച്ചിട്ടെടുക്കണം. അങ്ങനെ ഇവിടെ ഒരു സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ലേസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവിലും ലേസ് വെച്ചെടുക്കാവുന്നതാണ്.
അങ്ങനെ ഇവിടെ 2 സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ലേസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ലേസിൻ്റെ ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വെളിയിലേക്ക് നിൽപ്പുണ്ട് ലേസിൻ്റെ ഭാഗം. അത് നമ്മൾ കറക്റ്റായിട്ട് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ സ്ലീവ് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ട് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നിവർത്തിയിട്ടെടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് അവിടേക്ക് കറക്റ്റായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ സ്ലീവിലും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തത് സ്ലീവിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് അവിടേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് സ്ലീവിലേക്ക് വരുന്ന കൂട്ട് അവിടെ നമ്മളൊരു നോച്ചിട്ടെടുത്തിട്ടുണ്ട് അറിയാനായിട്ട്. ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സെൻറ്റർ ഭാഗത്ത് നിന്നും വേണം നമ്മൾ സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ ഇവിടെ 2 സ്ലീവും നമ്മൾ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കറക്റ്റായിട്ടൊന്ന് ഇട്ടെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് സൈഡിൽ തയ്യൽ തുമ്പൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. 2 സൈഡിലും കറക്റ്റായിട്ട് ഷോൾഡറും എല്ലാം കറക്റ്റ് ലെവലിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല വശം ഇപ്പോൾ ഉള്ളിലായേക്കുവാണ്. സ്ലീവിൻ്റെ ഭാഗത്തും നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ 2 സൈഡിലും നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ഇട്ടെടുക്കണം. നമ്മൾ ഹിപ്പിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കെട്ടിട്ട് സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. എന്നാൽ വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച്, ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് 2 സൈഡിലും. അതുപോലെ തന്നെ സ്ലീവിന് 1.5 ഇഞ്ചാണ്. ഇനി നമ്മൾ അതെല്ലാം മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ഇട്ടെടുക്കുമ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്ത് നീക്കി നമ്മളൊരു സ്റ്റിച്ചും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. 2-3 സ്റ്റിച്ചും കൂടെ അങ്ങനെ ഇട്ടെടുക്കണം. പിന്നീട് നമ്മൾ ഹിപ്പിൻ്റെ അവിടേക്ക്, സ്ലിറ്റിൻ്റെ അവിടേക്ക് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആ സ്റ്റിച്ചിലേക്ക് തന്നെ കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്തേക്കുവാണ്. അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം. ഇനി നമുക്ക് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്യണം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കറക്റ്റ് അരയിഞ്ച് വീതിയിൽ മടക്കി വെച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ നോർമലായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ സ്ലിറ്റ് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് നമ്മൾ മടക്കി വെച്ച് കൊടുത്ത്
സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുപാട് തയ്യൽ തുമ്പിനായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. കറക്റ്റ് 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ കെട്ടിട്ട് നിർത്തിയില്ല, അത് രണ്ടും ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി പിന്നീട് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി പ്രഷർ ഫൂട്ട് പൊക്കി നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് കറക്റ്റായിട്ട് കെട്ടിട്ട് അവിടെ എക്സ്ട്രാ 1 ഇഞ്ച് ഉണ്ടല്ലോ അത് മടക്കി വെച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി പ്രഷർ ഫൂട്ട് പൊക്കി തിരിച്ച് ഇപ്പുറത്തെ വശത്തേക്കുള്ള സ്ലിറ്റും കറക്റ്റായിട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡിലെ സ്ലിറ്റ് നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ 2 സ്ലിറ്റ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ 1 ഇഞ്ചാണ് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, കറക്റ്റായിട്ട് മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി, അങ്ങനെ താഴ്വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡ് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.